അല്ലേ? നമ്മൾ വണ്ടിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. നല്ല ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പം ദാ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും നമുക്ക് നൈസായിട്ട് ഇനി എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കാം. ഇപ്പോഴുള്ളതും കസോളിലാണ്. എന്നാലും ഒരു പ്രോപ്പർട്ടിന് മുമ്പിലാണ് താമസിച്ചത്. ആ പ്രോപ്പർട്ടിത്തെ ആൾക്കാരെ നമ്മളൊന്ന് സംസാരിച്ച് രാവിലെ ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് വന്നാൽ മതി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കണ്ടില്ലേ, താമസിച്ച സ്ഥലം അവിടെയാണ്. പിന്നെ അത് 200 രൂപ വെറുതെ നമ്മൾ പാർക്കിംഗ് ചാർജ് കൊടുത്ത്. ഇന്നലെ ഞാൻ ഈ പ്രോപ്പർട്ടിൻ്റെ ഇവരുടെ പാർക്കിംഗ് തന്നെയാണ് താമസിച്ചത്. അല്ല, വണ്ടി നല്ല അടിപൊളിയായിട്ട് നിർത്തി താമസിച്ചു. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഹോം സ്റ്റേ ഇങ്ങോട്ട് വന്നതാണ്, വേറെ ഒന്നല്ല. എന്നാൽ രാത്രി അതായത് ചാണകം ചവിട്ടി. അപ്പം മാറ്റും അതുപോലെ തന്നെ കാലൊക്കെ വൃത്തികേടായി എടുക്കുക, കാലല്ല ഷൂ. അപ്പം അത് ഇവിടെ നിന്ന് വാഷ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. നമുക്ക് വാഷ് ചെയ്യേണ്ടത് തലണി കവർ നോക്കി നിങ്ങൾ, നമ്മൾ ലഡാക്ക് ട്രിപ്പിൻ്റെ ശേഷം വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതൊന്ന് കവർ ചേഞ്ച് ചെയ്തു ഞാൻ. കണ്ടില്ലേ, പുതിയൊരു പില്ലോ കവർ ഇട്ട്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയും ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഫുൾ സെറ്റാവും കേട്ടോ. വിഷ്ണുവിന് കുറച്ച് ഡ്രസ്സ് അവൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ലതൊക്കെ വാഷ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് അവൻ്റെ ഒരു നല്ലൊരു വൈറ്റ് ഷർട്ട് വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ നമുക്ക് സൗകര്യം പോലെ വാഷ് ചെയ്യണം ബാക്കിയുള്ളതൊക്കെ. ഈ ഒരു ഹോം സ്റ്റേൻ്റെ സൈഡിലായിട്ട് ഇവിടെ നമുക്ക് വെള്ളം വരുന്നൊരു സ്ഥലമുണ്ട്. മലയിൽ നിന്ന് നല്ല അടിപൊളി, മലയിൽ നിന്ന് വരുന്ന നല്ല അടിപൊളി വെള്ളമാണ്. ഇതെന്തോ ദൈവത്തിൻ്റെ എന്തോ ഇതും വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നോട് എന്തോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ, ദൈവത്തിന് എന്തോ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും വെള്ളം അവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പച്ചക്കറി ചെത്താനുള്ളത് എടുത്തിട്ടുണ്ട്, അത് വാഷ് ചെയ്യണം, ഒന്ന് ബ്രഷ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ബസ് തെറ്റാൻ. ഇവർ കർണാടകയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന കേട്ടോ. ഞാനും അവരും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പം അങ്ങനെ മൂപ്പരെ കസോളിൽ ഞാൻ മിനിഞ്ഞാന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ടു, മെസ്സേജ് അയച്ച് കണ്ടു. അത് മാത്രമല്ല, അതിൻ്റെ ശേഷം ഇന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി, റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ തോശ് ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണ് മണിക്കാരങ്ങളുള്ളത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ വന്നത്. അതുകൊണ്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഗ്യാസും ഒക്കെ കയറ്റി അതേപോലെ വെച്ചിട്ടുണ്ട്. ഉരുളയും കണ്ടില്ലേ, ഒരവസ്ഥ തന്നെ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ നൈസായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോഞ്ഞ്. ദോഷിലേക്ക് പോകുന്നൊരു സ്ഥലത്ത് വന്നതാട്ടോ. അപ്പോൾ പോകുന്ന റൂട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കണ്ട് നമ്മൾ ഇവരെയും കൊണ്ടാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ 2 വണ്ടിയും വെച്ച് ഇവിടുത്തെ ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രോൺ വെച്ചിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ഷോട്ടൊക്കെ എടുത്ത്. ബ്രോ, യുവർ നെയിം? മനോജ്. അമൻ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു കേട്ടോ. ഇന്നലെ അവനെ കണ്ടതായിരുന്നു. നമ്മൾ ഇൻസ്റ്റയിൽ 2 പേരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, അവൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്തുവാണത്? അല്ലേ, അലമാരി. അലമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലർ എന്നുള്ള അർത്ഥമാണ് കർണാടകയിൽ. ഇപ്പോൾ ഇവരൊക്കെ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എന്തായാലും കൊള്ളാം, നമ്മൾ ഇത്രയും നല്ലൊരു അടിപൊളി സ്ഥലത്ത് വന്നിട്ട് മഴ പെയ്യാൻ തുടങ്ങിട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് ഇപ്പോൾ അവർ നാട്ടിൽ നിന്ന് കൊടുന്ന മാങ്ങയാണ്, അതിവിടെ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു രക്ഷയില്ലാത്ത മാങ്ങ കേട്ടോ. വൺ ടേസ്റ്റ് ബ്രോ, ഇറ്റ്സ് റിയലി നൈസ് ബ്രോ, ടേസ്റ്റ് വാസ് സോ ഗുഡ്. അങ്ങനെ ഞാൻ ഉരുളങ്ങ പൊരിച്ചതും ചോറും അതേപോലെ മുട്ട ഉടച്ച് ഓംലേറ്റ് അടിച്ചതും അതുപോലെ തന്നെ തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ലീവ് ചെയ്തു. ഞാൻ കുറേ നിർബന്ധിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി, പക്ഷെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് ഫുൾ പാത്രവും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് നേരെ രാവിലെ എന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുളിച്ചിട്ട് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണ്. എല്ലാം അച്ചാർ കൊടുത്തുട്ടോ. അപ്പോൾ ഇനി ഫുൾ സെറ്റായിട്ട് ഈ പാറമ്മ ഇരുന്ന് വെയിലും കൊണ്ട് തണുത്ത കാറ്റും അടിച്ച് ഈ വ്യൂവും കണ്ടിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു കപ്പിൾസിനെ കണ്ട് രാജസ്ഥാനിലുള്ള. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞ് തോഷിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, അതായത് നമ്മളാ പാർക്ക് ചെയ്ത സ്ഥലമാണ് ഏറ്റവും അടിപൊളി വ്യൂ ഉള്ള സ്ഥലം ഈ റൂട്ടിലെ. ഞാനങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എന്നെ ഇവിടെ കുറച്ച് ആൾക്കാരെയാണ് നിർത്തി. ഇവിടെ വേറൊരു മലയാളിയുണ്ട്, മൂപ്പർക്ക് ക്യാമറ വരാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇവരെ കണ്ട് ഇവരെന്നെ ചാടിക്കാൻ വിളിച്ച് ഇവരായിട്ട് സംസാരിച്ച് ചായ കുടിച്ചു. ഇപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്.
ഇവർക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്താ പ്രോപ്പർട്ടിന്റെ പേരെന്ന് പറഞ്ഞേ? കാസിൽ ഓൺ ഹിൽ. ഓൺ എ ഹിൽ. കാസിൽ ഓൺ എ ഹിൽ. അത് ഒരാഴ്ച കൊണ്ട് തുറക്കും പറഞ്ഞല്ലേ? മണിക്കരന്ന് ദോശയിലേക്ക് വരുന്ന വഴി അല്ലേ? 4 കിലോമീറ്റർ അല്ലേ? 6 കിലോമീറ്റർ അല്ലേ? അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. കണ്ടത് സന്തോഷം, ചായക്കും സന്തോഷം. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടാ ഇവരുടെ കൂടെ ഇവരുടെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോകട്ടെ. ചുമ്മാ എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ്. നല്ല അടിപൊളി സ്ഥലത്താണല്ലോ. ആ മുമ്പിൽ കാണുന്ന ബ്ലാർഗ വില്ലേജ് ആണല്ലോ. കുറച്ച് വീടുകൾ മാത്രം. അവിടെ ഒരു മലയാളിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞ്. നല്ല രസമുള്ള വഴി കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാം. ഇതായിട്ട് അവരുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അതും പണിയുന്നുണ്ട്. നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ കൊള്ളാട്ടോ. ഇവിടെ ഇങ്ങനെ ചുമ്മാ ചെയറും ഇരുന്ന് ഒരു ചായയും കുടിച്ച് ഈ ആപ്പിൾ തോട്ടം ഈ കാണുന്ന കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മളെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സും കൊണ്ടാണ്ട് അത് അവൻ്റെ കയ്യിലും ഇപ്പോൾ ഒരു ബക്കറ്റും ഡ്രസ്സും ഉണ്ട്. എൻ്റെ മണിക്കരൻ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോവാണ്. അവിടെ അത്യാവശ്യം നല്ല ചൂട് വെള്ളമായിരിക്കും. അടിപൊളിയായിട്ട് എന്താ ചെയ്യുക, ഡ്രസ്സും വാഷ് ചെയ്യുക, കുളിക്കും ചെയ്യാം. ഇവർ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവർക്ക് കുട പറ്റൂല തോന്നുന്നത്. ഞാൻ എത്ര കുട കൊടുത്തിട്ടും അതിനടിക്ക് വരുന്നില്ല. പിന്നെ ഇവിടെ വേറൊരു സീനുണ്ട്. നമുക്ക് ഒരു കുടയിൽ 3 ആൾക്ക് നാട് നടന്നു വന്ന പോലെ ഇവിടെ പോകാൻ കഴിയൂല അല്ലേ? കുന്നും മാലിയുള്ളതുകൊണ്ട് അല്ലേ? മാർക്കറ്റിൻ്റെ അകത്തൂടെ നടന്ന് പോവാണ്. അവർക്ക് നല്ല 8ൻ്റെ പണി ഞാൻ കൊടുത്തത്. എൻ്റെ ബക്കറ്റും ഡ്രസ്സും കൊണ്ട് നടക്കുകയാണ്. എൻ്റെ കയ്യിലും കുറേ ഉണ്ട്. പിന്നെ ഈ നൈസായിട്ട് അവിടെ പോവാ. എടാ മറ്റേ എന്താ ടെമ്പിളിൻ്റെ പേര്? രാംദേവോ? രാമസ്വാമി അല്ലേ? രാമസ്വാമി ടെമ്പിൾ. ആ രാമസ്വാമി ടെമ്പിളിൽ അങ്ങോട്ട് പോയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്ങാണ് പോകുന്നത്. 50 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളത് ഹോട്ട് സ്പ്രിങ് കിട്ടും. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ഉണ്ട്. അവിടുന്ന് വാഷൊക്കെ ചെയ്യാം. ഗൈസ് നമ്മൾ ഇവരുടെ കൂടെ ഒരു കട കയറി കേട്ടോ. ഞാൻ എൻ്റെ ചെരുപ്പ് ഇവിടെ വെച്ച് മറന്നുപോയി. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലി വെച്ചിട്ട് ആ ഹോം സ്റ്റേയിൽ കാൽചക്രയിൽ. അപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു ചെരുപ്പ് വാങ്ങി. ഇതാണ് സാധനം, ക്രോക്സ്, ഹിമാചൽ ക്രോക്സ് ഏനാ. അപ്പം നമ്മളേ മണിക്കരണിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ മണിക്കരണിലെ ഇവിടുത്തെ സീൻ കണ്ടില്ല നിങ്ങൾ? എമ്മാതിരി ഒഴിക്കുക. ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ തീർന്നിട്ടോ. ഇത് ഇവിടുത്തെ ഗുരുദ്വാറാണ്. ഇവിടെ ഇപ്പോൾ എന്താ മലയാളീസിനെ കയറ്റുന്നില്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ. മലയാളീസ് വന്ന് അലമ്പാക്കിയിട്ട് ഇവിടെ നമ്മളെ കുളിക്കാൻ വേണ്ടി ഹോട്ട് സ്പ്രിങ്ങിലേക്ക് വന്നു. നല്ല ചൂടുള്ള അടിപൊളി വെള്ളം. അപ്പം ഇനി കുളിക്കുക എന്നുള്ള പ്ലാൻ മാത്രമാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഷൂ വരെ വാഷ് ചെയ്തിട്ടോ. നോക്കിയേ ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം കാണുന്നില്ല. രമ്മ എന്ത് ചൂടില്ലേ. ഈ ഹോട്ട് സ്പ്രിങ്ങിന്റെ അടുത്തുള്ള കല്ലുമ്മല് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തണുപ്പത്തൊക്കെ വന്ന ആൾക്കാർ ഇരിക്കൂലേ. എല്ലായിടത്തും ഹോട്ട് സ്പ്രിങ് ആണല്ലോ. ഇവിടെ ആട്ടോ ഫേമസ് ആയ ടെമ്പിൾ ഉള്ളത്. അപ്പുറത്ത് ശിവന്റെ ടെമ്പിൾ ഉണ്ട്. ഇപ്പുറത്തെ അതെ. എല്ലാ ഡ്രസ്സും വാഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കുളിച്ചിട്ടോ. സെറ്റായി. ഇങ്ങനെ മാർക്കറ്റിലൂടെ വണ്ടി എടുത്തേക്ക് നടക്കുകയാണ്. ഞാൻ അവരെ തിരിച്ച് അവരെ സ്ഥലത്താക്കി കൊടുത്ത് ഇപ്പോൾ കസോളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസോളിൽ ഞാനിതാ ചുമ്മാ അവസാനമായിട്ട് ഇതിൽ ഒന്നുകൂടി നടക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് നേരെ ബുന്ദറിൽ പോകാനുള്ള പരിപാടിയാണ്. അവിടെ ഒരു വില്ലേജിലുള്ള ഒരു ടീം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ജാ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെട്രോൾ ബങ്കിൽ വന്ന കേട്ടോ. ഇന്നലെ രാത്രി വന്നപ്പോൾ ഇത് ക്ലോസ് ആയ കാരണത്താൽ ഞാൻ ഈ റോഡിൻ്റെ മെയിൻ റോഡാണ് ഇത് പോകുന്നത് ബുന്ദറിലേക്കുള്ള. ആ റോഡിൻ്റെ കുറച്ച് മുമ്പിൽ ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തി കടന്നുറങ്ങുക ചെയ്തത്. അപ്പോൾ രാവിലെ വന്ന് നമുക്ക് ഡീസൽ അടിക്കും വേണം. അതുപോലെ തന്നെ എൻ്റെ ബോട്ടിൽസൊക്കെ ഞാൻ ഫില്ല് ചെയ്യാണ്. ഇവിടെ നല്ല കുടിവെള്ളമാണ് ഉള്ളത്. മലയിൽ നിന്ന് വരുന്ന അടിപൊളി വെള്ളമാണ്. ഇത് ചെയ്തിട്ട് വേണം ഇവിടെ നമുക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടാണ് പോകുന്നൊന്നും ഒരു പ്ലാനും ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ മണാലിത്തും കസോളത്തെ കുറച്ച് കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ ഗൈസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.